എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 3 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജനുവരി മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMൻ്റെ സംവിധാനത്തിൽ മമ്മൂക്കിയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,35,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം 1,45,00,000 രൂപയും ഓവർസീസിൽ നിന്നും 7 കോടിയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 14,80,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 6ാം ദിവസമായി ഇന്നലത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 6ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ കളക്ഷൻ ദിനംപ്രതി കുറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 7,30,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിഗർ പുറത്തുവന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 5-6 ദിവസങ്ങൾ കൊണ്ട് 2 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 16,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ജനുവരി മാസം 16-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പ്രാവിൻകൂട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, സൗബിൻ ഷാഹിർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ 13 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഫിഗർ വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 8-9 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. 8 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ബോക്സ് ഓഫീസിൽ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ചിത്രം പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ അർജുൻ അശോകൻ നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ അൻപോട് കൺമണി. ആദ്യ ദിവസം മുതൽ തിയേറ്ററുകളിൽ നിന്നും മിക്സ്ഡ് ആയിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം 40,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 3,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 43,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. വലിയ ഹൈപ്പ് പ്രമോഷനൊന്നുമില്ലാത്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഈ ലോ ബഡ്ജറ്റ് സിനിമയും നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.